56ാമത് GST കൗൺസിൽ യോഗത്തിന് ഇന്ന് ദില്ലിയിൽ തുടക്കം. GST സ്ലാബുകൾ പുതുക്കി നിശ്ചയിക്കുന്ന മന്ത്രിതല സമിതിയുടെ ശുപാർശ യോഗത്തിൽ ചർച്ച ചെയ്യും. പരിഷ്കരണത്തിലൂടെ വൻതോതിൽ വരുമാന നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിലാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ. 2 ദിവസത്തെ GST കൗൺസിൽ യോഗത്തിനാണ് ഇന്ന് ദില്ലിയിൽ തുടക്കമാകുന്നത്. 12-28% നികുതി സ്ലാബുകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന GST കൗൺസിൽ യോഗത്തിൽ മുഖ്യമായും പരിഗണിക്കുക. നിർദ്ദേശം കൗൺസിൽ അംഗീകരിച്ചാൽ നിലവിലെ 12% സ്ലാബിലെ ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും 5%ത്തിലേക്കും 28% സ്ലാബിലെ ഉൽപ്പന്നങ്ങൾ 18%ത്തിലേക്കും മാറും. സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പരിഷ്കരണമാണിതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. സ്റ്റേറ്റുകളുടെ ഫൈനാൻഷ്യൽ ഓട്ടോണമിയും ഫൈനാൻഷ്യൽ എക്സിസ്റ്റൻസ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് വലിയ തോതിൽ ഉള്ള വ്യത്യാസം വരുന്നുണ്ട് ധനാഗമ മാർഗത്തിൽ. അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. ഇതുവരെ നഷ്ടം കണക്കാക്കിയിട്ടില്ല. GST കൗൺസിലിന് മുമ്പിൽ കൃത്യമായൊരു പഠനമോ റിപ്പോർട്ടോ വന്നിട്ടില്ല. നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പുതിയ നിർദ്ദേശം GST വരുമാനത്തിൽ പ്രതിവർഷം 2 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുമെന്നാണ് കണക്ക്. കേരളത്തിൽ 10,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ദീപാവലി വിപണിയിൽ വിലക്കുറവ് ഉണ്ടാകണമെന്നതിനാൽ ഈ മാസം തന്നെ പുതുക്കിയ നികുതി സ്ലാബുകൾ പ്രാബല്യത്തിൽ വരുത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം. കൈരളി ന്യൂസ്, ദില്ലി.